ചുരൽമലയിൽ നിന്ന് മുഹമ്മദ് അസ്ലം കൂടി ചേരുകയാണ്. അസ്ലം, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ അവസാനിക്കുന്നു എന്ന് കരുതിയെടുത്ത് തെറ്റി. കാരണം ഇപ്പോഴും വേദനിക്കുന്ന ഹൃദയങ്ങളുമായി കഴിയുന്ന ഒരുപാട് പേർ, അവർക്ക് നഷ്ടമായതിനെക്കുറിച്ചൊപ്പം തന്നെ ഇനിയും പൂർത്തീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി അവരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നിലവിൽ ചുരൽമല ടൗണിന്റെ അവസ്ഥ പോലും അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഏത് രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്തിരുന്ന ആളുകൾക്ക് അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ശവപ്പറമ്പായിരിക്കുന്ന ആ ചുരൽമലയുടെ അവസ്ഥയടക്കം നമ്മൾ നേരത്തെ കണ്ടതാണ്. നിലവിലും ആളുകളുടെ ജീവിതത്തിൽ ഇപ്പോഴും പ്രതീക്ഷകൾ നിറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അവിടെ. തീർച്ചയായും ചൂരൽമലയിൽ തന്നെ ഇപ്പോൾ അതിന്റെ അവസ്ഥ നമുക്കറിയാം. കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത്, കാരണം അത് റെഡ് സോൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കടകൾ പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടുത്തെ കടകളൊക്കെ അടച്ചിരിക്കുന്നു. ആ കടയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ ഇതുവരെയും സർക്കാർ എത്തിയിട്ടില്ല. പക്ഷേ ചൂരൽമലയുടെ നമ്മൾ ഈ പറയുന്ന ഈ ബാരിക്കേഡിന് ഇപ്പുറം, നമ്മൾ കാണുന്ന ഈ ബാരിക്കേഡിന് ഇപ്പുറം ഇപ്പോഴും ആൾക്കാർ ഉണ്ട്, കടകളുണ്ട്, പിന്നെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ആയിരുന്നു ഇവിടെ. മുണ്ടക്കൈക്കാർക്കും പുഞ്ചിരിമട്ടത്തുകാർക്കും പിന്നെ അട്ടമലക്കാർക്കും എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ടൗണ് ചൂരൽമല ഒരു കച്ചവടമൊക്കെ ഉള്ള ഒരു ടൗൺ ആയിരുന്നു. അത് പൂർണ്ണമായി തന്നെ ഇപ്പോൾ നിശബ്ദമായ ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് ഈ ചൂരൽമല ഒരു വഴി എന്ന് വെച്ചാൽ വില്ലേജ് റോഡെന്നായിരുന്നു, വില്ലേജ് ഓഫീസുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ആ വില്ലേജ് ഓഫീസ് അവിടെ ഇല്ല. മറ്റു റോഡ് സ്കൂൾ റോഡെന്നായിരുന്നു, അവിടെ സ്കൂൾ ഇപ്പോഴില്ല. അങ്ങനെ ആരോഗ്യ കേന്ദ്രമില്ല, കമ്പ്യൂട്ടർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളില്ല, അക്ഷയ കേന്ദ്രങ്ങളില്ല, തുടങ്ങി അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരുള്ളത്. നമ്മൾ ഒന്നുണ്ട് ഓട്ടോക്കാർ ഇവിടെ ഉണ്ട്. ചുരൽമല ആൾ തന്നെയാണോ? ചുരൽമലക്കാരാണോ? നേരത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളിപ്പോ 1-2 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ കണ്ടില്ല, ഞങ്ങൾ ഇത്രയും ഓട്ടോറിക്ഷക്കാർ ഒരേ നിർത്താണ്. ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ വരും, ഇവിടെ ഒരു വലിയൊരു നല്ല ടൗൺ ആണല്ലോ. ഇവിടെ വിളിച്ചോണ്ടിരിക്കുകയാണ്, സമയം പോണ്ടേ. അതുകൊണ്ട് നേരത്തെ നല്ലൊരു ടൗൺ ആണല്ലേ. മുമ്പ് ഞങ്ങൾ 34 ഓട്ടോക്കാർ ഓടിയിരുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ 10ഓളം വണ്ടി ഓടുന്നുള്ളൂ. എന്നാലും ആ വണ്ടിക്ക് ഓട്ടമില്ല, കച്ചവടം എല്ലാം പൂർണ്ണമായി കച്ചവടം ഇല്ല. ഹോസ്പിറ്റലില്ല ഇവിടെ. ഇപ്പം നിലവിൽ ഹോസ്പിറ്റലില്ല, വില്ലേജ് ഇല്ല. ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇല്ലാതായിപ്പോ. ചുരൽമലക്കാർക്ക് വേണമെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട അവസ്ഥ, മേപ്പാടിയിലേക്ക് പോകണം. ചുരൽമല ഇവിടെ നിങ്ങളിവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, അതേസമയം നിങ്ങൾക്ക് ഒരു സൗകര്യമില്ല. ഞങ്ങൾ നിലവിലിപ്പോൾ ഞങ്ങൾ കുറഞ്ഞ കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇന്നലെ ഒരു സുഖമില്ലാത്ത എമർജൻസി വന്നപ്പോൾ എടുത്ത് ഓടുമ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ, ആനന്റെ ശല്യം വേറെ. മൊത്തത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ എന്നാലും ഞാൻ ആനായിരുന്നു. ഞാൻ ഇവിടുത്തെ ലോഡിങ്ങുകാരനാണ്. ഒരു കൊല്ലമായി പണിയില്ലാണ്ട് കിടക്കണേ, പണിയില്ല. അവർ രാവിലെ വരും, വൈകുന്നേരം പോകും. രാവിലെ വരും, വൈകുന്നേരം പോകുന്നതിനും ശരി. സർക്കാർ നമ്മളെ ഭാഗത്തിന് എല്ലാ അപേക്ഷയും കൊടുത്തായിരുന്നു. ഒരു കാര്യത്തിന് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല സർക്കാർ ഇതുവരെ. ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഓട്ടോ കുറവാണ്. ഞാൻ പറഞ്ഞേ, നിങ്ങൾ 1 മണിക്കൂറിന് മേലായാലും ഇവിടെ വന്നിരിക്കുക, ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുന്ന് ഓട്ടോ ഓടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ സമയം വരെ ഈ ഇരുത്തം തന്നെ. ഇപ്പൊ രാവിലെ ഞാൻ 7 മണി 7:15 ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 6:30 മദ്രസിലേക്ക് മക്കളെ കൊണ്ട് വന്ന വണ്ടിക്കാരാണ് അപ്പുറത്തിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞിട്ട് ഓടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ കറക്റ്റൊക്കെ ഒരു ഇത് കൊടുത്തിരുന്നു 9,000 കാര്യത്തിന് വേണ്ടി. അതിന് ഈ നേരം ഇപ്പൊ 1 മാസത്തിന് മേലെയായി. ഇല്ല, ആ വരുമാനമില്ല, ഇല്ല, തരുന്നില്ല. ഞങ്ങളിപ്പോൾ അവിടെ ഒരു ഇത് കൊടുത്തിരുന്നു, ഒരു പരാതി വരെ കൊടുത്തിരുന്നു. പക്ഷെ ഇതുവരെ അതിനൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ചുരൽമലക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവര് മുണ്ടക്കൈക്കാരോ അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ വീടിന്റെ ലിസ്റ്റിൽ ഉണ്ടാവില്ല, ദിനപത്ര ഉണ്ടാവില്ല. അതേസമയം ഈ ടൗൺ എന്ന് പറയുന്നത് പൂർണ്ണമായി തന്നെ ഒരു അനക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് വീടുള്ള ആൾക്കാർക്ക് സ്വാഭാവിക വീട് വിട്ട് വേറെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കേണ്ടി വരും. അതിന് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസ ലിസ്റ്റ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ ചൂരൽമല ടൗണിനെ വീണ്ടും സജീവമാക്കാനുള്ള, ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്, അവിടുന്ന് മാറിപ്പോകാൻ കഴിയാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രി പോലുള്ള അടിയന്തരമായ സാഹചര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തീർച്ചയായിട്ടും ഒരു നിർജീവമായ ചൂരൽമല ടൗൺ, അവിടെ അവർക്ക് ജീവനോപാധികൾ ഒരുക്കണം, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. ഒരു ആശുപത്രിയോ വില്ലേജ് ഓഫീസ് ഒന്നും നിലവിൽ അവിടെ ഇല്ല എന്നുള്ള അവരുടെ പരാതി പരിഹരിക്കേണ്ടതുണ്ട്. ഒരു വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ജനങ്ങളുടെ ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ കണ്ടത്.